നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മിക്കെതിരെ ഭീഷണി. ഫോണിൽ വിളിച്ചാണ് ഭീഷണിപ്പെടുത്തിയത്. WCCയുമായി ചേർന്ന് നടന്മാർക്കെതിരെ പ്രതികരിക്കരുതെന്നാണ് ഭീഷണി. വിഷയത്തിൽ പരാതി നൽകുമെന്ന് ഭാഗ്യലക്ഷ്മി അറിയിച്ചു. വിവരങ്ങളുമായി ദിൽന ചേരുന്നു. ദിൽന, എപ്പോഴായിരുന്നു സംഭവം? എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങൾ? ഒരു 12 മണിയോടുകൂടി 12-12:15 കൂടിയാണ് ഈ ഒരു ഭീഷണി കോൾ ഭാഗ്യലക്ഷ്മിക്ക് വരുന്നത്. അറിയാം, ഈ ഒരു വിധിക്ക് ശേഷം എന്നല്ല, ആദ്യം മുതൽ തന്നെ WCCയോടൊപ്പം അതിജീവിതയോടൊപ്പം നിലനിൽക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഭാഗ്യലക്ഷ്മി കൈക്കൊണ്ടിരുന്നത്. നടന്മാർക്കെതിരെ മേലാൽ പ്രതികരിക്കരുത്, ചാനൽ ചർച്ചകളിൽ ഇരുന്ന് പ്രതികരിക്കരുത്, അങ്ങനെ പ്രതികരിച്ചാൽ വീട്ടിൽ കയറി തല്ലുമെന്ന ഒരു ഭീഷണിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതാരാണ് എന്ന് ചോദിച്ചതോടുകൂടി ആ കോൾ കട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ഇന്ന് ഭാഗ്യലക്ഷ്മി പരാതി കൊടുത്തോ? പരാതി കൊടുത്തിട്ടില്ല. ആദ്യം സൈബർ സെല്ലിൽ പരാതി നൽകും, അതിനുശേഷം വിഷയത്തിൽ നേരിട്ട് തന്നെ പരാതി നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതൊരു കൊട്ടേഷൻ കോൾ ആണ്, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു വയർലെസ് കോൾ ആണ് എന്നത് ഹൈടെക് സെല്ലിൽ നിന്ന് ഭാഗ്യലക്ഷ്മിയെ അറിയിച്ചിട്ടുണ്ട്. ഭാഗ്യലക്ഷ്മി ആ നിലയ്ക്കെല്ലാം അന്വേഷണം നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു കൊട്ടേഷൻ കോൾ ആയിട്ടാണ്, ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള വയർലെസ് കോൾ ആയിട്ടാണ് വന്നത് എന്നാണ് പറയുന്നത്. ഈ ഫോൺ നമ്പർ ഭാഗ്യലക്ഷ്മിയുടെ കയ്യിലുണ്ട്. അപ്പൊ ഈ നമ്പർ അടക്കമാണ് സൈബർ സെല്ലിൽ പരാതി നൽകുക. അതിനുശേഷം ഈ വിഷയത്തിൽ നേരിട്ട് തന്നെ പരാതി നൽകാനാണ് ഭാഗ്യലക്ഷ്മിയുടെ നീക്കം. ശരി, ദിൽനയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മിക്കെതിരെ വധഭീഷണി. അല്പം മുമ്പാണ് അത്തരത്തിലൊരു ഭീഷണി ഉണ്ടായത്. WCCയുമായി ചേർന്ന് നടന്മാർക്കെതിരെ പ്രതികരിക്കരുത് എന്നാണ് ഭീഷണി സന്ദേശത്തിലുള്ളത്. വിഷയത്തിൽ പരാതി നൽകുന്നതിൻ്റെ പ്രാഥമികമായ നടപടികളൊക്കെ ഭാഗ്യലക്ഷ്മി ആരംഭിച്ചിട്ടുണ്ട്.